ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നല്ലൊരു കട്ട്ലറ്റാണ് തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ ചിക്കനും എടുക്കുന്നുണ്ട്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 കട്ട്ലറ്റിന് വരുന്നത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇത് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത്രയും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചിക്കനെല്ലാം വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒറ്റ വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് തന്നെ ചിക്കനെല്ലാം പാകത്തിന് വെന്ത് കിട്ടും. ഇത് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് 1 കുടം വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1.5 സവോള അരിഞ്ഞത്, കുറച്ച് മല്ലിയില, അതുപോലെ ചിക്കനും ഉരുളക്കിഴങ്ങും നമ്മൾ സെപ്പറേറ്റ് ഒന്ന് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കൂടെ പച്ചമുളകും കൂടിയാണ് വേണ്ടത്. ഇനി ഇത്രയും നമുക്കൊന്ന് കുക്കാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ ചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ആദ്യമേ തന്നെ ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഒരു 4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് സവോള കൂടി ചേർത്ത് കൊടുക്കാം. സവോള ഇനി അത്യാവശ്യം ഉടയുന്ന പാകത്തിനൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് മാത്രം ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമേ ചിക്കൻ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്. ഇനി ഈ സവോളയിലേക്കും ഒരു 1/2 സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പാകത്തിന് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി മസാലയൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇത്രയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചിക്കൻ മസാലയും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിനി മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് വേവിച്ചത് അതുപോലെ തന്നെ ചിക്കൻ ചെറുതാക്കി ഒന്ന് പൊടിച്ചെടുത്തതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ വേവിച്ചപ്പോൾ ബാക്കി വന്ന വെള്ളം കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. കട്ട്ലറ്റിന് എപ്പോഴും കുറച്ച് മല്ലിയില ചേർക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്ത് നല്ല ഷേപ്പിൽ നമുക്കിനി പരത്തിയെടുക്കാൻ പാകത്തിന് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി തീ ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം
ചൂടാറിക്കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ ഇതിന് പരത്തിയെടുക്കാം. നമുക്ക് വേണ്ടുന്ന ഷേപ്പിൽ നമുക്കിനി ഇത് പരത്തിയെടുക്കാവുന്നതാണ്. നമ്മളിവിടെ റൗണ്ടായിട്ട് കനം കുറച്ചൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. കട്ട്ലറ്റ് എല്ലാം നല്ലപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് വീണ്ടും പാൻ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കട്ട്ലറ്റ് മുട്ടയിൽ ആദ്യമായി ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് പൊടിച്ചതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ബ്രെഡ് പൊടിച്ചതിൽ ഒന്നുകൂടി ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്കിനി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ബ്രെഡിൽ മുക്കിയതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് നമ്മളിതെല്ലാം ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ട്ലറ്റ് മുരിഞ്ഞ് കിട്ടും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളിതൊന്ന് മാറ്റിയിടുകയും കൂടി ചെയ്യണം. ഇനി നമ്മുടെ പാകത്തിനനുസരിച്ച് ഇതൊന്ന് ഉണക്കിയെടുത്താൽ മാത്രം മതി. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇനി ഇത് പാകത്തിന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒന്ന് മൊരിച്ചെടുത്താൽ മാത്രം മതി. കുറച്ചുകൂടി പുറം ഭാഗം ഡാർക്ക് കളർ ആകുമ്പോഴാണ് അകമൊക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടുക. ഇതാ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മുടെ പാകത്തിന് ഇതെല്ലാം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റിയാൽ മാത്രം മതി. ഇതെല്ലാം നമുക്കിനി ഒന്ന് കോരി മാറ്റാം. ഇത് നമ്മുടെ കട്ട്ലറ്റ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ശരിക്കും ഈസിയാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. കട്ട്ലറ്റ് ഇതുപോലെ തയ്യാറാക്കാനായിട്ട് ഒരു 10 കട്ട്ലറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ആകെ ഒരു 10 പീസോളം ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് മാത്രം ഉരുളക്കിഴങ്ങാണ് ചേർത്തിട്ടുള്ളത്. വേണമെങ്കിൽ അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കുറച്ച് മാറ്റി ചേർക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങ് കൂടുതൽ ചേർത്തതിന് ശേഷം ചിക്കൻ കുറച്ച് വേണമെങ്കിൽ ചേർക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ ചേരുവകൾ മാറ്റി തയ്യാറാക്കാവുന്നതാണ്. ഇത് കട്ട്ലറ്റ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് കട്ട്ലറ്റ് ഇനി കഴിച്ചാൽ മാത്രം മതി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ കൂടി മറക്കല്ലേ. കൂടെ അഭിപ്രായങ്ങളും കൂടി കമൻസിലൂടെ അറിയിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ കാണാത്തവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. വീണ്ടും നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.